ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെം മലയാളം മെയിൻ എടുത്തവരില്ലേ, അവരുടെ മെയിൻ പേപ്പറായ ചെറുകഥാ സാഹിത്യത്തിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റാണെന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിലെല്ലാ യൂണിറ്റുകളും നിങ്ങൾക്ക് ഫുൾ ബ്ലോക്കിൽ 4 ബ്ലോക്കല്ല, 4-ലെ എല്ലാ യൂണിറ്റുകളും പഠിക്കാനില്ല. 12 കഥകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ 12 കഥകളുടെ ക്ലാസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ നോട്ട്സ് ഉണ്ട്, പെയ്ഡ് നോട്ട്സാണ്. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാം, വാട്സപ്പിൽ ഡീറ്റെയിൽസ് തരാം. വാട്സപ്പിൽ വരികയാണെങ്കിൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. ഇതിൽ BA മലയാളത്തിലെ ചെറുകഥാ സാഹിത്യത്തിലെ ഫസ്റ്റ് ബ്ലോക്ക് മലയാള ചെറുകഥ പ്രാരംഭഘട്ടം എന്നാണ്. ചെറുകഥയുടെ പ്രാരംഭഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു സംഭവം കൂടി ഇതിൻ്റെ കൂടെ കഥ ഓരോന്ന് പറയുന്നതോട് കൂടെ തന്നെ ആ 2 യൂണിറ്റുകളുണ്ട്, അത് രണ്ടിലും അത് പറയുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ യൂണിറ്റ് 1 മിശ്ര വിവാഹമാണ്. ആരുടെ? മൂർക്കോത്ത് കുമാരൻ്റെ മിശ്ര വിവാഹം എന്ന ചെറുകഥയെ ആസ്പദമാക്കിയിട്ടാണ് യൂണിറ്റ് വരുന്നത്. നോക്കാം നമുക്ക് ആദ്യം നമ്മളെ ചെറുകഥയൊന്ന് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നോണം കുറച്ച് കാര്യങ്ങൾ പറയാം. വ്യത്യസ്ത മതത്തിലും സമുദായത്തിലുമുള്ള ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കുന്നത് ഇന്ന് സാധാരണമാണ്, നമ്മളെല്ലായിടത്തും കേൾക്കുന്നതാണ്. മിശ്ര വിവാഹിതരാകുന്നവരെ സർക്കാർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാൻഡ് കൊടുത്തിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എങ്കിലും ചിലപ്പോൾ അതിൻ്റെ പേരിൽ കൊലപാതകങ്ങൾ വരെ നടന്ന ചരിത്രവും നമ്മുടെ നാട്ടിലുണ്ട്. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നും വിവാഹിതരാകുന്ന ദമ്പതികൾ ഇന്നും വാർത്തയായിട്ടുണ്ട്. അവരെന്നും വാർത്തയാണ്. അപ്പോൾ ജർമ്മൻകാരിയായ സ്ത്രീയെ മലയാളിയായിട്ടുള്ള വിവാഹം ചെയ്തു എന്നൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെയുള്ള വാർത്തകൾ ഇന്ന് ഉണ്ട്. അതും വാർത്തയിൽ ഇടം പിടിക്കുന്ന ഒരു സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഗതിയായിട്ടാണ് കാണുന്നത്. അത്തരമൊരു വിവാഹത്തിൻ്റെ കഥയാണ് മൂർക്കോത്ത് കുമാരൻ നമ്മളോട് മിശ്ര വിവാഹം എന്ന ചെറുകഥയിലൂടെ പറഞ്ഞു തരുന്നത്. ഈ മിശ്ര വിവാഹം എന്ന് പറയുന്ന ഈ കഥയിലെ നായകന് വിവാഹം കഴിക്കുന്നത് വിദേശിയായൊരു സ്ത്രീയെയാണ്. ആ വിവാഹത്തിലൂടെ അയാൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ വളരെ സരസമായിട്ട് അവതരിപ്പിക്കുകയാണ് ആര് ചെയ്യുന്നത്? മൂർക്കോത്ത് കുമാരൻ മിശ്ര വിവാഹം എന്ന ചെറുകഥയിലൂടെ ചെയ്യുന്നത്. നോവൽ പ്രസ്ഥാനം 17-ാം നൂറ്റാണ്ട് വരെ കടന്നെത്തിയപ്പോഴാണ് മലയാള ചെറുകഥയുടെ ജനനം ഏതാണ്ട് ഉയർന്നു വരുന്നത്. അതായത് ഒരു 2 നൂറ്റാണ്ടിന്, അതായത് മലയാള സാഹിത്യത്തിൽ നോവൽ പ്രസ്ഥാനം 17-ാം നൂറ്റാണ്ട് വരെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഏതിൻ്റെ ഉത്ഭവം, പ്രശസ്തമാകുന്നത്? ചെറുകഥാ സാഹിത്യം പ്രശസ്തി ആർജിച്ച് വരുന്നത്. ആനുകാലികങ്ങൾ കഥകൾക്ക് കൊടുത്ത പ്രാധാന്യം ചെറുകഥയുടെ വ്യാപകമായ വായനയ്ക്ക് ഇടവരുത്തിയിട്ടുണ്ട്. മലയാളത്തിലെ ചെറുകഥാ പ്രസ്ഥാനം വളർന്നു തുടങ്ങുമ്പോൾ കേസരി, CS ഗോപാലകൃഷ്ണ പണിക്കർ, ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ, മൂർക്കോത്ത് കുമാരൻ എന്നീ 4 ആളുകളാണ് ശ്രദ്ധേയരായിട്ട് മുൻപന്തിയിലുണ്ടായിരുന്ന ആളുകൾ. അതിൽ നമ്മൾ പറഞ്ഞ മൂർക്കോത്തുമുണ്ട് കേട്ടോ. പ്രണയം, അതുപോലെ അപസർപ്പണം, അമളി, പറ്റുന്ന അമളികളുണ്ടല്ലോ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അതിനൊക്കെ കേന്ദ്രമാക്കിയ കഥകൾ എഴുതുക എന്നതാണ് ആദ്യകാല ചെറുകഥാലോകത്തിൻ്റെ സവിശേഷതയായിട്ട് കണക്കാക്കുന്നത്. മൂർക്കോത്ത് കുമാരൻ്റെ കഥാലോകത്ത് റൊമാൻസുകൾ വളരെ കുറവായിരുന്നു. പകരം വൈവിധ്യമാർന്ന അല്ലെങ്കിൽ വ്യത്യസ്തതയാർന്ന പ്രമേയങ്ങളാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. മൂർക്കോത്ത് നാട്ടുകഥകളും നായാട്ടുകഥകളും വീരാവധാന കഥകളും അക്കാലത്തെ മറ്റൊരു പ്രധാന പ്രമേയമായിട്ട് സ്വീകരിച്ചിരുന്നു. ആദ്യകാല കഥകളിലെ മറ്റൊരു പ്രധാന പ്രമേയമായിരുന്നു ആത്മോപഹാസങ്ങൾ, അമളിക്കഥകൾ. ഏതൊക്കെയാണ്? ആത്മോപഹാസങ്ങളും അമളിക്കഥകളും. ആധുനിക മലയാള ഗദ്യശില്പി, ലക്ഷണമൊത്ത സാഹിത്യ വിമർശകൻ, മാതൃകയാക്കാവുന്ന ഉപന്യാസകാരൻ, ചെറുകഥാ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടവരിൽ പ്രധാനി, റിയലിസ്റ്റ് നോവലിൻ്റെ പ്രാരംഭകൻ, എണ്ണമറ്റ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപര്, നർമ്മം വെടിയാത്ത എഴുത്തുകാരൻ, അതായത് തമാശ കളയാത്ത എഴുത്തുകാരൻ, വിവർത്തകൻ, കവി, അതുപോലെ തന്നെ ബാലസാഹിത്യകാരൻ, നാടകകൃത്ത്, ശാസ്ത്ര സാഹിത്യകാരൻ, ജീവചരിത്രകാരൻ എന്നിങ്ങനെയുള്ള വിവിധ മേഖലകളിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചൊരു വ്യക്തിയാണ് ആര്? ഒരു കഥാകാരനാണ് ആര്? മൂർക്കോത്ത് കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ആൾ കേട്ടോ. വജ്രസൂചി, ഗജകേസരി എന്നീ പേരുകളിൽ അദ്ദേഹം വടക്കൻ പത്രങ്ങളിലും പതഞ്ജലി എന്ന പേരിൽ അദ്ദേഹം തെക്കൻ പത്രങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട്? ധാരാളം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികളില്ലാത്ത പ്രസിദ്ധീകരണങ്ങൾ മലയാളത്തിൽ കുറവായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്.
ആരുടെ? മൂർഖത്തിൻ്റെ. ആകെ 24 കൃതികളെ അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളൂ. 7 നോവലുകൾ രചിച്ചിട്ടുണ്ട്. 4 ജീവചരിത്ര ഗ്രന്ഥങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 2 നാടകങ്ങളും ബാക്കിയൊക്കെ ചെറുകഥകളുമാണ് 24 എണ്ണത്തിൽ കേട്ടോ. കഥാപാത്രങ്ങളുടെ നാനാത്വം, അതായത് വിവിധങ്ങളായ കഥാപാത്രങ്ങൾ, ഇതിവൃത്തങ്ങളുടെ വൈവിധ്യം, അതായത് വിവിധ തരത്തിലുള്ള വിവിധ സ്വഭാവങ്ങളോട് കൂടിയ ഇതിവൃത്തങ്ങൾ, രചനാശില്പ വൈചിത്രം, ഇതിനെല്ലാത്തിനുപരി വാക്കുകളിലൂടെ അവതരിപ്പിക്കുന്ന സാരസ്യം എന്നിവയാണ് മൂർഖത്തിൻ്റെ കഥകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ. മഹാകവി ഉള്ളൂർ വടവൃക്ഷം എന്നാണ് മൂർഖത്തിനെ വിശേഷിപ്പിച്ചത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സാഹിത്യത്തിലെ ഒട്ടുമിക്ക ശാഖകളിലും കൈവയ്ക്കുകയും അവയിലെല്ലാം വിജയിക്കുകയും ചെയ്ത ആളാണ് ആര്? മൂർഖത്ത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മഹാകവി ഉള്ളൂർ എങ്ങനെ വിശേഷിപ്പിച്ചത്? വടവൃക്ഷം. അത് പടർന്നു പന്തലിച്ച എല്ലാ മേഖലകളിലും എത്തുന്ന എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തെ വടവൃക്ഷം എന്ന് വിശേഷിപ്പിച്ചത്. മലയാള ഭാഷയിൽ ആദ്യം പ്രസിദ്ധീകരിച്ച ചെറുകഥ ആരുടെ? മൂർഖത്തിൻ്റെ ആദ്യം പ്രസിദ്ധീകരിച്ച മലയാള ഭാഷയിൽ കേട്ടോ, മൂർഖത്തിൻ്റെ അല്ല, മലയാള ഭാഷയിൽ ആദ്യം, അത് PSCക്കൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. മലയാള ഭാഷയിൽ ആദ്യം പ്രസിദ്ധീകരിച്ച ചെറുകഥ കേസരിയുടെ വാസനാവികൃതിയാണ്. പക്ഷെ ലക്ഷണയുക്തമായ, അതായത് എല്ലാം കൊണ്ടും ലക്ഷണമൊത്ത ആദ്യത്തെ ചെറുകഥ മൂർഖോത്ത് കുമാരൻ്റെ കലികാല വൈഭവം എന്ന്. അതാണ് ആര് പറയുന്നത്? നിരൂപകരുടെ വാദം. ഇങ്ങനെയാണ് മലയാള ഭാഷയിലെ തന്നെ ആദ്യത്തെ ചെറുകഥ ആരുടെയാണ്? കേസരിയുടേതാണ്. ഏതാണ്? വാസനാവികൃതിയാണ്. എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ചെറുകഥ ആരുടെയാണെന്ന് ചോദിച്ചാൽ നിരൂപകർ പറയുന്നത് എന്താണ്? മൂർഖോത്ത് കുഞ്ഞിരാമൻ്റെ കഥ എന്ന് പറഞ്ഞാൽ കലികാല വൈഭവമാണ് എന്നാണ് നിരൂപകർ വാദിക്കുന്നത്. മൂർഖത്തിൻ്റെ കഥകളിലെ രസികത്വം എന്താണ്? ഒരു സർവ്വസമ്മതമാണ്, എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. കഥകൾക്ക് പേരിടുന്ന കാര്യത്തിലും ആ രസികത്വം കാണാമായിരുന്നു എന്നാണ് പറയുന്നത്. വസുമതിയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി. അദ്ദേഹത്തിൽ 24 എണ്ണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വസുമതി എന്ന കൃതിയാണ്. അദ്ദേഹത്തിന് മുഴുവൻ കഥകളും ഉൾപ്പെടുത്തി 1987 മൂർഖോത്ത് കുമാരൻ്റെ കഥകൾ എന്ന പേരിലുള്ള ഒരു ഗ്രന്ഥം മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 1941 ജൂൺ 25 മൂർഖോത്ത് കുമാരൻ മരണമടയുകയും ചെയ്തു. ഇനി നമ്മുടെ കഥയിലേക്ക് പോകാനായിട്ട്. കഥ വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ്. എന്നാൽ ഒരുപാട് നമുക്കതിന്ന് പഠിച്ചെടുക്കാനുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ആ ആന്തരിക മീനിങ് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. അതിനാണ് ഈ കഥ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ ഇത് പറഞ്ഞു തന്നാൽ മതി. അത് പല രീതിയിൽ ചോദിക്കുമ്പോൾ നമുക്കത് പറയാൻ അറിയണം. നോക്കാം, നമ്മൾ മലയാള ചെറുകഥയുടെ ഉദയകാലത്ത്, അതായത് അത് ഉയർന്നു വരുന്ന കാലത്ത് രചനാ സവിശേഷതകളിൽ ഒന്നായിരുന്നു വ്യത്യസ്തതയുള്ള കാര്യങ്ങളെ അവതരിപ്പിക്കുക എന്നത്. വിവിധ കാര്യങ്ങളെ ഒരേ കഥയിൽ വിവിധ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നത്. കേരളത്തിലെ വിവാഹ സമ്പ്രദായം ആദ്യകാല നോവലുകൾക്കും കഥകൾക്കും ഒരുപോലെ വിഷയമായിട്ടുണ്ട്. മിസ്സിസ് എമിലി ബ്രൗൺ എന്ന ഇംഗ്ലീഷ് വനിത മിസ്റ്റർ TV മേനോനുമായിട്ട് വിവാഹം കഴിക്കുന്നുണ്ട്. കഥയിൽ അത് പറയാൻ കേട്ടോ. ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ സ്വജാതിയിൽ നിന്നും മേനോൻ സംബന്ധം കഴിച്ചിരുന്നു. അതായത് ഇംഗ്ലണ്ടിലേക്ക് പഠിക്കാൻ പോകുമ്പോഴാണ് ആരെ കാണുന്നത്? മിസ്സിസ് എമിലിയെ കാണുന്നത്, എമിലി ബ്രൗണിനെ. പക്ഷേ അതിനു മുമ്പ് ഇംഗ്ലണ്ടിലേക്ക് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? നാട്ടിലൊരു സ്ത്രീയെ വിവാഹം ചെയ്തിട്ടുണ്ട്. ആ വിവാഹബന്ധം ഒഴിയാനായിട്ട് ഒരു കത്തയച്ചാൽ മതിയായിരുന്നു എന്ന സൗകര്യം മിസ്റ്റർ ബ്രൗണിന് അത്ഭുതമായിരുന്നു. എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് തന്നെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ കത്തയച്ച് കഴിഞ്ഞാൽ എന്തായി? ആ നാട്ടിൽ കല്യാണം കഴിച്ചത് ഒഴിവാക്കാനൊരു പ്രയാസമില്ല. ഇതിപ്പോൾ ആരും കൂടി കേൾക്കാണ്? മിസ്സിസ് എമിലി ബ്രൗൺ കേൾക്കാണ് അല്ലേ? അപ്പോൾ അവർക്ക് എന്തായി? അതൊരു അത്ഭുതമായിട്ട് തോന്നി. അത്ര നിസ്സാരമായ കാര്യമാണോ ഇത് എന്നത്. ഇംഗ്ലണ്ടിലെ വിവാഹബന്ധം വേർപിരിയുന്നതിനുള്ള നിയമ തടസ്സങ്ങൾ മിസ്റ്റർ ബ്രൗണ് ചൂണ്ടിക്കാണിച്ചത് മിസ്സിസ് ബ്രൗണിന് അത്ര പിടിച്ചിട്ടില്ല. കാരണം എന്താണ്? താനുമായുള്ള വിവാഹബന്ധം ഒഴിയുന്ന കാര്യമാണോ ബ്രൗൺ പറയുന്നത് എന്നാണ് അവർ സംശയിച്ചത്. അതായത് തന്നെ കല്യാണം കഴിച്ചു, നാട്ടിലുള്ളതിനെ കത്തഴിച്ച് ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ അതത്ര നിസ്സാരമായൊരു കാര്യമാണ് എന്ന് മിസ്റ്റർ മേനോൻ പറയുന്നതിലൂടെ തന്നെ ഒഴിവാക്കുക എന്നുള്ളതും അത്ര നിസ്സാരമായൊരു കാര്യമാണോ എന്നാണോ ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്ന് ചിന്തിക്കുകയാണ് ആര്? ബ്രൗൺ. പക്ഷെ നമുക്ക് കഥ മുഴുവൻ കേൾക്കുമ്പോൾ മനസ്സിലാവട്ടെ, അവർ ചിന്തിക്കുന്ന അതൊന്നുമല്ല. നോക്കുക, അപ്പോൾ എന്താണ്? മധുവിധ കാലം 14 ദിവസം കപ്പലിലാണ് രണ്ടുപേരും താമസിച്ചത്, വധൂവരന്മാർ താമസിച്ചത്. ബോംബെയിൽ ഇറങ്ങിയ ശേഷം മിസ്സിസ് മേനോൻ എന്ത് ചെയ്തു? വളരെയധികം മാറ്റം തോന്നി. ബോംബെയിലെത്തിയപ്പോൾ അവരിൽ പല മാറ്റങ്ങളും കാണാൻ തുടങ്ങി. എപ്പോഴും എന്തോ ചിന്ത അവരെ അലട്ടുന്നതായിട്ട് തോന്നി. ആരുടെ? മിസ്സിസ് ബ്രൗണിന് അലട്ടുന്നതായിട്ട് തോന്നി. ലീവ് 1 മാസക്കാലം ഉള്ളതുകൊണ്ട് എന്താക്കാം? മദിരാശിക്ക് സാവകാശം അല്ലെങ്കിൽ മാസത്തിൻ്റെ അവസാനത്തിൽ പോകാൻ ദമ്പതികൾ തീരുമാനിച്ചു. രണ്ടാൾ തീരുമാനം എടുക്കുകയാണ്. ബോംബെയിൽ നിന്ന് പിന്നെ മദ്രാസിലേക്ക് പോകണം. അപ്പോൾ അതെന്ത് ചെയ്യാം? നമുക്ക് 1 മാസത്തെ ലീവ് ഉണ്ടല്ലോ, നമുക്ക് സാവകാശം പോകാം, മാസത്തിൻ്റെ അവസാനത്തിൽ പോകാം എന്നവർ തീരുമാനിക്കുകയാണ്.
ബോംബെ നഗരത്തിൽ അവർ താമസം തുടങ്ങി. അങ്ങനെ തീരുമാനമെടുത്ത് ബോംബെയിൽ താമസം തുടങ്ങി. 15 ദിവസക്കാലം ബോംബെ നഗരത്തിൻ്റെ മനോഹാരിതയും സിനിമാ ഹാളിലും നാടകശാലയിലും ഹോട്ടലിലും ഒക്കെ ആയിട്ട് അവരങ്ങനെ ചിലവഴിച്ചു. 15 ദിവസം കഴിഞ്ഞിട്ട് ബാക്കി കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. 15 ദിവസം രണ്ടുപേരും അങ്ങനെ ജീവിച്ചു. 19-ാം തീയതി വൈകുന്നേരം ഭാര്യയുടെ ഇഷ്ടപ്രകാരം താജ്മഹൽ ഹോട്ടലിൽ ഡിന്നറിന് വേണ്ടിയിട്ട് രണ്ടാളോടി പോവാണ്. ഭർത്താവിനോട് അന്നത്തെ തീയതിയും സമയവും മിസ്സിസ് മേനോൻ ചോദിച്ച് ഉറപ്പുവരുത്തുന്നുണ്ടായി. അപ്പോൾ 19-ാം തീയതിയാണ് എന്ന് നമ്മളോട് പ്രത്യേകം എടുത്ത് പറയാനുള്ളൊരു കാരണമുണ്ട്. കഥ മുഴുവൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ്, ഇന്നത്തെ ദിവസം 19-ാം തീയതി അല്ലേ, ഇന്ന ദിവസമല്ലേ എന്ന് ഉറപ്പുവരുത്തുകയാണ് ആര്, മിസ്സിസ് ബ്രൗൺ. എന്നിട്ട് എന്ത് ചെയ്തു, അങ്ങനെ ഉറപ്പുവരുത്തിയതിന് ശേഷം താജ്മഹൽ ഹോട്ടലിൻ്റെ ആളൊഴിഞ്ഞ ഒരു മുറിയിലെ വലിയ കണ്ണാടിക്ക് മുൻപിൽ അവർ രണ്ടുപേരും ഇരുന്നു. അവിടെ രണ്ടുപേരും ഇരുന്നു, ഒരു കണ്ണാടിയുടെ മുന്നിൽ ഇരുന്നു. ഇടയ്ക്കിടെ മിസ്സിസ് മേനോൻ പുറത്തേക്ക് ഇങ്ങനെ കണ്ണോടിച്ച് ആരെങ്കിലും വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അവരുടെ സ്വൈര്യസല്ലാപത്തിന്, അതായത് അവർ സ്വന്തം രണ്ടുപേരും ഇരുന്ന് സംസാരിക്കില്ല, അതിന് ഒരു തടസ്സം എന്നോണം 2 യൂറോപ്യന്മാർ മുറിയിലേക്ക് കയറി വന്നു. അവരുടെ അടുത്തുള്ള മേശക്കരികിൽ അവരിരുന്നിട്ട് സംഭാഷണം തുടങ്ങുകയും ചെയ്തു. മിസ്സിസ് മേനോനും മിസ്റ്റർ മേനോനും ആ രസകരമായ സംഭാഷണം ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. ആ 2 യൂറോപ്യന്മാർ അവരുടെ റൂമിൽ തന്നെയാണ്, അത് ഒരാളാണ്. അപ്പോൾ അവർ കണ്ണാടിയുടെ മുന്നിൽ ഇവരിയ്ക്കുകയാണ്. അതിന് ഓപ്പോസിറ്റായിട്ട് തൊട്ടടുത്തായിട്ട് അവർ രണ്ടുപേരും വന്നിരുന്ന് അവരങ്ങനെ രസകരമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അവരും എന്ത് ചെയ്തു, ഇവരുടെ സംസാരം, മിസ്സിസ് മേനോനും മിസ്റ്റർ മേനോനും ഇവരുടെ സംസാരം അങ്ങനെ കേട്ടിരിക്കാൻ തുടങ്ങി. മിസ്സിസ് മേനോന് ആ മുറിയിലെ കണ്ണാടിയിൽ നോക്കിയിരിപ്പായിരുന്നു. മിസ്സിസ് മേനോൻ എന്ത് ചെയ്യാണ്, ആ കണ്ണാടിയിൽ, അപ്പോൾ ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ അവരെ കാണുന്നുണ്ട്. അങ്ങനെ നോക്കിയിരുന്നു. പട്ടാള ഉടുപ്പിട്ട യൂറോപ്യനായ ആളോട് മറ്റേ യൂറോപ്യൻ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ പട്ടാളക്കാരുടെ ഡ്രസ്സ് ഇട്ട ഒരാളുകൊണ്ട്, കൂടെ ഒരു യൂറോപ്യനും ഉണ്ട്. 2 യൂറോപ്യന്മാരാണ്, വേറൊരു യൂറോപ്യനും കൂടിയുണ്ട്. അപ്പോൾ പട്ടാളക്കാരൻ്റെ വേഷമിട്ട ആളോട് മറ്റേ യൂറോപ്യൻകാരൻ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങുകയാണ്. എന്താ തുടങ്ങിയത്, ആദ്യം നായാട്ടിനെ കുറിച്ചാണ് അയാൾ പറഞ്ഞത്. പിന്നീട് അന്നത്തെ ദിവസം അവിടെ എത്തിച്ചേരാനുണ്ടായ പ്രയാസത്തെക്കുറിച്ച് അയാൾ കൂട്ടത്തിൽ പറഞ്ഞു. മഹാരാജാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് അയാളെന്നും ഇംഗ്ലണ്ടിൽ വെച്ച് അയാളുടെ കാറും മറ്റൊരു കാറും തമ്മിൽ കൂട്ടിമുട്ടി ആക്സിഡൻറ്റ് നടന്നു എന്നും അയാൾ പറയാണ്. പട്ടാളക്കാരൻ്റെ വേഷമിട്ട ആളോട് മറ്റേ യൂറോപ്യൻ പറയാൻ ആദ്യം നായാട്ടിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം അവിടെ എത്തിച്ചേരാനുണ്ടായ പ്രയാസത്തെക്കുറിച്ച് പറഞ്ഞു. താൻ ആരാണെന്നും പറഞ്ഞു. അയാൾ ആരുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്, മഹാരാജാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് എന്നും അതിൻ്റെ ഇടയിൽ 2 കാറിൽ പോകുന്നതിനിടയിൽ വേറൊരു കാറുമായിട്ട് കൂട്ടിയിടിച്ച് ആക്സിഡൻ്റ് ഉണ്ടായ വിവരം അയാൾ പറയുന്നു. ആക്സിഡൻറ്റിൽ മുറിവേറ്റ അയാൾക്ക് ബോധം ഇല്ലായിരുന്നു. ബോധം വന്നിട്ട് അദ്ദേഹം നോക്കുമ്പോൾ താനൊരു വീട്ടിൽ അതിഭംഗിയുള്ള ഒരു മുറിയിൽ അതിസുന്ദരിയായ ഒരു യുവതിയാൽ ശുശ്രൂഷിക്കപ്പെട്ട് കിടക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ മുറിവേറ്റിട്ട് ബോധമില്ലാതെ വന്നപ്പോൾ തൊട്ടടുത്തുള്ളവർ കൊണ്ട് എന്തായിരിക്കും, തൊട്ടടുത്തൊരു ഒരു വീട്ടിലാണ്, എവിടെയാണ് ആക്സിഡൻ്റ് എന്ന് പോലും അദ്ദേഹത്തിന് ഓർമ്മയില്ല. അവനൊരു വീട്ടിലെത്തി വളരെ മനോഹരമായൊരു മുറിയിൽ സുന്ദരിയായൊരു യുവതി തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ യുവതിയുടെ കുടുംബത്തിൻ്റെ സ്ഥിതി കണ്ട് അവളെ വിവാഹം കഴിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. അത്രയും ദയനീയമായ അവസ്ഥയായതുകൊണ്ട് അവളെ വിവാഹം കഴിക്കാം, പ്രൈവറ്റ് സെക്രട്ടറിക്കല്ലേ മഹാരാജാവിൻ്റെ. പക്ഷേ മഹാരാജാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയി നിയമിച്ചതുകൊണ്ട് വിവാഹം ഇന്ത്യയിൽ വെച്ച് നടത്താമെന്ന് അദ്ദേഹം തീർച്ചയാക്കി. അയാൾ പെട്ടെന്ന് തിരിച്ചു പോരാനും തീരുമാനിച്ചു. അപ്പോൾ നാട്ടിൽ മഹാരാജാവിൻ്റെ മഹാരാജാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആണല്ലോ, അപ്പോൾ ഇന്ത്യയിൽ വെച്ച് തന്നെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അതിന് അദ്ദേഹം പെട്ടെന്ന് തിരിച്ചു പോരുകയും ചെയ്തു. കപ്പൽ സഞ്ചാരത്തിന് പണമില്ലാത്തതുകൊണ്ട് ആദ്യം അയാൾ വരാമെന്നും പിന്നീട് അവൾ വരാനും തീർച്ചപ്പെടുത്തി. വിവാഹത്തിന് വേണ്ടിയിട്ട് ആദ്യം ആക്സിഡൻ്റായ യുവാവുണ്ടല്ലോ, അദ്ദേഹം ആദ്യം 2 പേർ കൂടി ഒരുമിച്ച് കപ്പലിൽ പോരാൻ സൗകര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഇദ്ദേഹം ആദ്യം പോരുക. ആദ്യം പോകുന്നതിന് ശേഷം പിന്നീട് ആര് വരിക, ഈ യുവതിയെ നാട്ടിലെത്തിക്കുക എന്നുള്ളത് അങ്ങനെ തീർച്ചപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം പോരുന്നത്. ഇന്ന് ഈ ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടാമെന്നാണ് അവൾ കത്തിലെഴുതിയിരുന്നത്. അതാണ് അദ്ദേഹം അവിടെ വരാനുണ്ടായ കാരണം. അവളെ കാണാത്തതുകൊണ്ട് എനിക്ക് പരിഭ്രമമായിരുന്നു എന്ന് പറഞ്ഞ അയാൾ അവളെ തിരക്കി ഹോട്ടലിലെ മറ്റു മുറികളിൽ നോക്കാനായി പുറത്തിറങ്ങി. നോക്കണം നിങ്ങൾ, അദ്ദേഹം ഈ സ്ത്രീ ഉണ്ടല്ലോ, വിവാഹം കഴിക്കാനുള്ള സ്ത്രീയെ കാണാനില്ല, അവർ തിരയാണെന്ന് പറഞ്ഞിട്ട് ആ പട്ടാളക്കാരനോട് പറയുക. സംസാരമൊക്കെ ആരോട് മാത്രം, ആ പട്ടാളക്കാരനോട് പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പോവുകയാണ്. പട്ടാളക്കാരനായ കൂട്ടുകാരനോട് അവിടെ തന്നെ ഇരിക്കൂ, ഞാൻ പ്രിയതമയുമായിട്ട് തിരിച്ചെത്താമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ട് പോയത്.
അത് കൂടെയുള്ള ആളോട് നിങ്ങൾ ഇവിടെ ഇരിക്കൂ, ഞാൻ എൻ്റെ പ്രിയതമയായിട്ട് തിരിച്ചു വരാമെന്ന് പറയാം. അത് കേട്ട മിസ്റ്റർ മേനോൻ തൻ്റെ ഭാര്യയോട് പ്രിയതമയെ നമുക്കും കാണാമല്ലോ എന്ന് പറയാം. എന്നാൽ നമ്മളിനി നീച്ചു പോകണ്ട, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇരുന്നാൽ അയാൾ പ്രിയതമയം കൊണ്ടുവരുമല്ലോ, നമുക്കും അയാളുടെ അത്രയും സുന്ദരിയായ പ്രിയതമയെ നമുക്കും ഒന്ന് കാണാമല്ലോ എന്ന് ഭാര്യയോട് മിസ്സ് മേനോനോട് അവർ പറയണം. അയാളുടെ ഭാര്യ പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് പുറത്തുപോയി. തൊട്ടടുത്തിരുന്ന ഭാര്യ അപ്പോൾ അയാൾ എന്ത് ചിന്തിച്ചത്, സ്ത്രീകൾക്ക് പല കാര്യങ്ങളും നിർവഹിക്കാനുണ്ടാവും, അതിന് ഹോട്ടലിൽ സൗകര്യവും ഉണ്ടാവും എന്ന് കരുതിയിട്ട് അയാൾ അങ്ങനെ കാത്തിരുന്നു. അവളെ പറഞ്ഞു വെച്ചിട്ട് കാത്തിരുന്നു. അരമണിക്കൂറായിട്ടും ഭാര്യയെ കാണാതായപ്പോൾ മിസ്റ്റർ മേനോൻ അക്ഷമനായി. എന്ത് കാര്യത്തിന് പോയതായാലും അരമണിക്കൂറായില്ലേ, കാണാത്തതുകൊണ്ട് മിസ്റ്റർ മേനോനാകെ പരിഭ്രാന്തിയായി. അപ്പോൾ അപ്പുറത്തെ മേശയിലിരുന്ന പട്ടാളക്കാരൻ ഇങ്ങനെ ചോദിച്ചു. എന്താ ചോദിച്ചത്? ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയ സ്ത്രീ ആരാണ്? നിങ്ങളടുത്തിരുന്ന സ്ത്രീ ഇപ്പോൾ എഴുന്നേറ്റ് പോയില്ല, അവരാരാണ്? എൻ്റെ ഭാര്യയാണ്, അയാൾ മറുപടി കൊടുത്ത്. എന്നാൽ മിസ്റ്റർ മേനോൻ്റെ ചോദ്യത്തിന് എവിടെ നിന്നാണ് വിവാഹം കഴിച്ചതെന്ന് അയാൾ തിരക്കണം. എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് വിവാഹം കഴിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ എന്താ പറഞ്ഞത്, ലണ്ടനിൽ വെച്ചാണെന്ന് പറഞ്ഞപ്പോൾ ഇനി അവളെ കാത്തിരിക്കേണ്ട, അവളിപ്പോൾ 20 നാഴിക അകലെ എത്തിയിരിക്കും എന്ന് അയാൾ മറുപടി കൊടുക്കുക. നിങ്ങൾ ലണ്ടനിൽ നിന്നാണ് കല്യാണം അയച്ചതെങ്കിൽ എന്തിനു ചെയ്യേണ്ട, ഇനി ആ പോയ ഭാര്യയെ നിങ്ങൾ കാത്തിരിക്കേണ്ട, അവൾ അത്യാവശ്യത്തിന് പോയതാണെങ്കിൽ കാത്തിരിക്കുക, അവളിപ്പോൾ എവിടെ എത്തുന്നത്, ഒരു 20 നാഴികയെങ്കിലും ദൂരെ അവൾ എത്തിക്കാണും എന്ന് ആ പട്ടാളക്കാരൻ്റെ വേഷമിട്ട യൂറോപ്യൻ ആരോട് പറയുന്നു, മിസ്റ്റർ മേനോനോട് പറയാണ്. കാര്യം തിരക്കിയ മിസ്റ്റർ മേനോനോട് ഇവിടെ ഇരുന്ന ആൾ പറഞ്ഞ കഥ നിങ്ങൾ കേട്ടില്ലേ? എൻ്റെ തൊട്ടപ്പുറത്ത് ഇരുന്നിട്ട് ഒരാൾ കഥ പറഞ്ഞില്ലേ, ആ കഥ നിങ്ങൾ കേട്ടില്ലേ? അതാ നിങ്ങൾ നിങ്ങളുടെ ഭാര്യ ഇരുന്ന ദിക്കിലിരിക്കും. ഇനി നിങ്ങൾ ചെയ്യണം, നിങ്ങളുടെ ഭാര്യ എവിടെയാണോ ഇരുന്നിരുന്നത് അവിടെ നിങ്ങളിരിക്കൂ, ഞാൻ മറ്റേ ആളിരുന്ന സ്ഥലത്തും ഇരിക്കാം. അപ്പോൾ ഇറങ്ങിപ്പോയ ആളിരുന്നിടത്ത് പട്ടാളക്കാരൻ്റെ വേഷമിട്ട ആളും ഇരിക്കാം. ഇനി കണ്ണാടി നോക്കൂ. എന്നിട്ട് നിങ്ങൾ ഒരു കണ്ണാടിയുടെ മുന്നിലായിരുന്നതെന്ന് പറഞ്ഞില്ല, ആ കണ്ണാടിയിലേക്ക് നോക്കൂ. ഇപ്പോൾ മനസ്സിലായോ? അവർ അന്യോന്യം സംസാരിക്കുകയാണ് ചെയ്തത്. അവരെന്തല്ല, ഞാൻ കൂടെ ഇരിക്കുന്ന പട്ടാള വേഷമിട്ട് എന്നോടല്ല സംസാരിച്ചത്, അപ്പുറത്തിരുന്ന സ്ത്രീയോട് കണ്ണാടിയിൽ നോക്കിയിട്ട് സംസാരിക്കുകയാണ് അയാൾ ചെയ്തത്. കപ്പൽ കൂലിക്ക് പണമില്ലാഞ്ഞിട്ടാണ് അവർ നിങ്ങളെ വിവാഹം ചെയ്തത്. ആര്? മിസ്സിസ് മേനോൻ അല്ലെങ്കിൽ എലിറ്റ് ബ്രൗൺ എന്ന സ്ത്രീ നിങ്ങളെ വിവാഹം ചെയ്തത് എന്താണ്? ഇന്ത്യയിലേക്ക് പോരാൻ കപ്പൽ കൂലി ഇല്ലാത്തത് കൊണ്ടാണ്. യൂറോപ്പിൽ ഈ വിദ്യകൾ സ്ത്രീകൾക്ക് എന്താണ് സ്ത്രീകൾ ചെയ്യുന്നത് സാധാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പട്ടാളക്കാരനെ എഴുന്നേറ്റ് പോവുക. രാത്രി നല്ല ഉറക്കം ലഭിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്നും അയാൾ കൂട്ടിച്ചേർത്തു. കാരണം ഇനി അസ്വസ്ഥനല്ല, നാട്ടിലുള്ള ഭാര്യ അദ്ദേഹം ഒഴിവാക്കി, ഇപ്പോൾ ഒരു ഭാര്യയെ കിട്ടി വന്നു, അതും എന്തായി തന്നിഷ്ടപ്രകാരം ഇറങ്ങിപ്പോയി. പിന്നെ നിങ്ങൾക്ക് ഇനി രാത്രി നല്ല ഉറക്കം കിട്ടട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞുകൊണ്ട് പട്ടാളക്കാരൻ്റെ വേഷമിട്ട ആൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇതാണ് കഥ. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. അതായത് മിശ്രവിവാഹം ഒരു അമളിക്കഥയാണ് എന്നാണ് ഇതിലൂടെ നമ്മൾക്ക് അദ്ദേഹം അവതരിപ്പിച്ച് തരുന്നത്. പക്ഷേ സംബന്ധത്തെക്കുറിച്ചുള്ള ചർച്ച, മിശ്രവിവാഹം, കപ്പൽ യാത്ര, പ്രണയം, നായാട്ട്, കാറ്, കത്ത് തുടങ്ങിയ ആധുനികതയുടെ പല അടയാളപ്പെടുത്തലുകളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ചെറുകഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആധുനികതയുടെ പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തലായിരുന്നു പ്രണയം എന്നത്. മൂർക്കോത്തിൻ്റെ കലികാല വൈഭവം എന്ന ആദ്യത്തെ രചന തന്നെ പ്രണയവിവാഹം എന്ന ആശയത്തെ അവതരിപ്പിക്കുന്നുണ്ട്. സമൂഹത്തിനും സാമുദായിക ആചാരങ്ങൾക്കും പ്രാധാന്യമുണ്ടായിരുന്ന ജീവിത വ്യവസ്ഥയിൽ നിന്ന് വ്യക്തികൾക്കും അവരുടെ വികാരങ്ങൾക്കും പ്രാധാന്യം വന്ന ഒരു ജീവിത വ്യവസ്ഥയുടെ പരിവർത്തന ഘട്ടത്തെയാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. മിശ്രവിവാഹം എന്ന കഥയിൽ മിസ് ബ്രൗണ് മിസ്റ്റർ മേനോനെ വിവാഹം കഴിച്ചത് പ്രണയ സാക്ഷാത്കാരത്തിന് വേണ്ടി ഇന്ത്യയിലെത്താനുള്ള ഒരു മാർഗമായിട്ടായിരുന്നു. തൻ്റെ പ്രണയം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, അതിനുള്ളൊരു ഉപാധി എന്നോണമാണ് മിസ്റ്റർ മേനോനുമായിട്ട് അവർ ഇന്ത്യയിലേക്ക് വന്നത്. നാട്ടിലെ സംബന്ധത്തെക്കാൾ ഉന്നതമായ വിവാഹബന്ധം ലഭിച്ചു എന്ന് കരുതിയ മിസ്റ്റർ മേനോന് പറ്റിയ അബദ്ധം മിശ്രവിവാഹത്തിൻ്റെ പ്രശ്നമായിട്ടാണ് കഥാകൃത്ത് അവതരിപ്പിക്കുന്നത്. പരിഷ്കൃതരെന്ന് കരുതുന്ന യൂറോപ്യന്മാർക്ക് അവർക്ക് പോലും അസൂയ തോന്നിപ്പിക്കുന്ന സമ്പ്രദായമാണ് കഥയിൽ സംബന്ധത്തെ ഒരു രീതിയായിട്ടാണ് കഥയിൽ സംബന്ധത്തെ അല്ലെങ്കിൽ വിവാഹത്തെ മൂർക്കോത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. മിശ്രവിവാഹം മലയാളിക്ക് പറ്റിയതല്ല എന്നും ഇതിലൂടെ നമ്മൾ ഉണർത്തുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സന്ദേശം കൂടി നമുക്ക് മൂർക്കോത്ത് ഈ കഥയിലൂടെ പങ്കുവെക്കുന്നുണ്ട്. സാമൂഹിക ജീവിത പരിണാമത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ തൻ്റെ കഥയിലൂടെ നടത്തിയെന്നാണ് മൂർക്കോത്ത് കുമാരൻ്റെ സവിശേഷത. അക്കാലത്ത് നമ്മുടെ ജീവിതത്തെയും സംസ്കാരത്തെയും ഗാഢമായിട്ട് സ്വാധീനിച്ചിരുന്ന കൊളോണിയലിസത്തിൻ്റെ ചിത്രീകരണവും മിശ്രവിവാഹത്തിലുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്തെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, അവയിലെ ഉദ്യോഗസ്ഥർ എന്നിവ ഈ കഥയിൽ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. അവതരണത്തിൽ പുലർത്തുന്ന നാടകീയത മൂർക്കോത്തിൻ്റെ ചെറുകഥകളുടെ സവിശേഷത കൂടിയാണ്.
ഈ നാടകീയത എവിടെയും കാണാൻ കഴിയുന്നുണ്ട്. മിശ്രവിവാഹം എന്ന ചെറുകഥയിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ കഥയെക്കുറിച്ച് പഠിക്കാനുള്ളത് കേട്ടോ. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകൾ നമുക്ക് നോട്ട്സിൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി. ഓക്കെ, താങ്ക്സ്.